ഗുരുവായൂർ ദേവസ്വം അപ്പു. ഗുരുവായൂർ ആനക്കോട്ടയിലെ പേരുകേട്ട കൊമ്പന്മാരിൽ ഒരുവൻ ഗുരുവായൂർ അപ്പു. 1989 ചേലക്കര സ്വദേശി ദേവിദാസനാണ് അപ്പുവിനെ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. 1989 സെപ്റ്റംബർ 3 21 വയസ്സുള്ള ഇവനെ ഗുരുവായൂരിൽ നടക്കിരുത്തുന്നത്. ഗുരുവായൂർ അപ്പുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഓർമ്മകളിൽ പെട്ടെന്നെത്തുന്നത് ഏഷ്യാഡ് അപ്പുവിനെ കുറിച്ചായിരിക്കും. എന്നാൽ ഏഷ്യാഡ് അപ്പുവിന്റെ യഥാർത്ഥ പേര് ഗുരുവായൂർ കുട്ടിനാരായണൻ എന്നാണ്. ഏഷ്യാഡ് അപ്പു 2005 മെയ് 14 ഈ ലോകത്തു നിന്നും യാത്രയായത്. എന്നാൽ നമ്മൾ ഇവിടെ പറയുന്ന ഗുരുവായൂർ അപ്പുവിന് തലപ്പൊക്കമുള്ളൊരു ജീവിത കഥയുണ്ട്. പണ്ടൊരു മലവെള്ളപ്പാച്ചിലിൽ പുഴയിലൂടെ ഒഴുകിയെത്തിയ പിടിയാന മറിയക്കുട്ടി അവളിൽ ജനിച്ച് അക്ബറായി വളർന്ന ശേഷം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി അപ്പു എന്ന പേരിൽ ഗുരുവായൂരിലെത്തിയ കഥ. സംഭവം നടക്കുന്നത് മലപ്പുറം പാലക്കാട് ജില്ലകളെ അതിരിടുന്ന എടത്തനാട്ടുകരയിൽ ഏകദേശം 60 വർഷം മുൻപാണ്. കാലവർഷം കനത്തൊഴുകുന്ന ഇരുണ്ട ദിനത്തിൽ പുഴ കുലം കുത്തിയൊഴുകുമ്പോൾ അതാ ഒഴുകി വരുന്നു ഒരു വലിയ കരിമ്പാറ. മഴയുടെ ശക്തിയിൽ ഒഴുകി വരുന്നത് കരിമ്പാറയല്ലെന്നും അതൊരു പിടിയാനയാണെന്നും അറിഞ്ഞ് ആളുകൾ അത്ഭുതത്തോടെ ഓടിക്കൂടി. പുഴയിൽ വെള്ളവും ഒഴുക്കും കുറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ പിടിയാന കരയ്ക്കു കയറി. അവൾ നേരെ എത്തിയത് അവിടെയുള്ള പുരാതന മുസ്ലിം കുടുംബത്തിന്റെ പടിക്കൽ. ആ വീട്ടുടമസ്ഥൻ ഉമ്മർകുട്ടി ഹാജി പിടിയാനയെ പടിവാതിൽ തുറന്നുകൊടുത്ത് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അദ്ദേഹം അവളെ മറിയക്കുട്ടി എന്നു നീട്ടി വിളിച്ചു. മറിയക്കുട്ടി പിന്നീട്, അതായത് 1968 സെപ്റ്റംബർ 3 ഒരു കൊമ്പൻ കുഞ്ഞിന് ജന്മം നൽകി. അവന് പേരിട്ടതോ അക്ബർ എന്ന്. അക്ബർ വളർന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും ശല്യക്കാരനായി മാറിയപ്പോൾ അവനെ പാലക്കാട് കോങ്ങാടുള്ള ചാമിക്ക് വിറ്റു. 66,000 രൂപയായിരുന്നു വില. ചാമി അക്ബറിന് ഗോവിന്ദൻകുട്ടി എന്ന് പേരിട്ടു. പിന്നീട് ഗോവിന്ദൻകുട്ടിയെ ചേലക്കര സ്വദേശി ദേവിദാസൻ വാങ്ങി. 1989 ആനയ്ക്ക് അപ്പു എന്ന പേരിട്ട് ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയായിരുന്നു. ഏകദേശം 25 വർഷം പുന്നത്തൂർ കോട്ടയുടെ ഭാഗമായിരുന്ന അപ്പു 28 ഒക്ടോബർ 2014 ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞത്. അപ്പു ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞിട്ട് വർഷം 10 കഴിയുന്നു. ചെരിയുന്നതിന് മുൻപ് തുടർച്ചയായി അവശനിലയിലായിരുന്നു അപ്പു. അന്നൊരു ചൊവ്വാഴ്ച പുലർച്ചെ 5:30 ചെരിഞ്ഞത്. ആ സമയം ആരോഗ്യം നല്ലതല്ലാത്തതിനാൽ എഴുന്നള്ളിപ്പുകൾക്കും അയക്കാറില്ലായിരുന്നു.